ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഓപ്ഷൻ സ്ട്രാറ്റജീസാണ് ഇപ്പം അവസാനം പറഞ്ഞു വെച്ച ഭാഗം. ഓപ്ഷൻ സ്ട്രാറ്റജീസ് നമ്മൾ പറഞ്ഞു, ഡിസ്കഷൻ കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമാണ് സെറ്റിൽമെൻറ്റ് ഓഫ് ഓപ്ഷൻസ്. പിന്നെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓപ്ഷൻസുകളെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. എക്സോട്ടിക് ഓപ്ഷൻസ് എന്നാണ് നമ്മളതിനെ പറയാം. ഓക്കെ. പിന്നെ ഓപ്ഷൻ മാർക്കറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഓപ്ഷൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഓപ്ഷൻസ്, എക്സോട്ടിക് ഓപ്ഷൻസ് എന്നുള്ള ഭാഗം ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇന്ന് നമ്മൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഓപ്ഷൻസിനെ കുറിച്ച് പറയുമ്പോൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഓപ്ഷൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണ്. കാരണം നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ സെറ്റിൽമെൻറ്റുകളൊക്കെ ഫ്യൂച്ചേഴ്സ് സെറ്റിൽമെൻറ്റ്, അതുപോലെ ഫോർവേഡ് സെറ്റിൽമെൻറ്റ് ഒക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. കാരണം മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റിൽമെൻറ്റുകൾ ഏതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ. അതിൽ സെറ്റിൽമെൻറ്റ് ഓഫ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് രീതിയിൽ ഓപ്ഷൻസിനെ നമുക്ക് സെറ്റിൽ ചെയ്യാം. ഇതുതന്നെയാണ് നമ്മൾ ഫ്യൂച്ചേഴ്സിൻ്റെ കേസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 3 രീതിയിലാണ് നമ്മൾ ഓപ്ഷൻസ് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ 3 രീതികൾ എന്ന് പറയുന്നത്, ഒന്ന് ബൈ എക്സസൈസിങ് ദ ഓപ്ഷൻ, ദെൻ ലെറ്റിംഗ് ഓപ്ഷൻ എക്സ്പയേഴ്സ് ആൻഡ് ബൈ ഓഫ് സെറ്റിംഗ്. ഇത് 3 ഓഫ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ക്വയറിംഗ് ഓഫ്, അതൊക്കെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്, എന്താണ് സ്ക്വയറിംഗ് ഓഫ് എന്നുള്ളതൊക്കെ. ഓക്കെ. ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഓപ്ഷൻസിനെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. അതിൽ എക്സൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ വാങ്ങി അത് എക്സ്പയറി ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെലിവറിങ് ദ അസറ്റ് ഉള്ള ആൾ അസറ്റ് കൊടുക്കുന്നു, അതുപോലെ അതിന് പകരം മറ്റാൾ എന്ത് ചെയ്യുന്നു, കാശ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള ഒറിജിനലി എങ്ങനെയാണോ നമ്മൾ ഓപ്ഷനെ നമ്മൾ എക്സൈസ് ചെയ്യേണ്ടത് അതാണ് ഉദ്ദേശം. എക്സ്പയറി വരെ കാത്തിരിക്കുന്നു, ആ പറഞ്ഞ ഡേറ്റിന് നമ്മൾ അണ്ടർലൈങ് അസറ്റ് കൈമാറുന്നു, അതിൻ്റെ ക്യാഷ് കൈമാറുന്നു. ഇതാണെന്ത് സെറ്റിൽമെൻറ്റിൻ്റെ ഒന്നാമത്തെ രീതി. ഓക്കെ. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ബൈ ലെറ്റിംഗ് ഓപ്ഷൻ എക്സ്പയേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓപ്ഷന് ഫ്യൂച്ചർ പോലെ തന്നെയാണ്, പക്ഷേ ഓപ്ഷനൊരു പ്രത്യേകത ഉണ്ട്. ഓപ്ഷൻ ഹോൾഡർക്ക് റൈറ്റ് ഉണ്ട്. അയാൾ ഓപ്ഷൻ ഹോൾഡറുടെ റൈറ്റ് വാങ്ങാനാണെങ്കിൽ വാങ്ങാൻ, ഇനി വിൽക്കാനാണെങ്കിൽ വിൽക്കാൻ. അത് പുട്ട് ഓപ്ഷനിൽ കോൾ ഓപ്ഷനിൽ വ്യത്യാസമുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഓപ്ഷൻ ഹോൾഡർക്ക് എന്തുണ്ട്, ഹി ഹാസ് ദ റൈറ്റ് ടു എക്സൈസ് ദ ഓപ്ഷൻ. അയാൾക്ക് ഓപ്ഷന് എക്സൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് ഒന്നുകിൽ അയാൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് എക്സ്പയർ ആക്കാം. അത് ലാഭകരമാണെങ്കിൽ മാത്രമല്ലേ ഒരാൾ ഒരു കോൾ ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ അണ്ടർലൈങ് അസറ്റ് ലാഭകരമാണെങ്കിലല്ലേ ഓപ്ഷൻ പ്രകാരം വാങ്ങുള്ളൂ. ലാഭകരം അല്ലെങ്കിലോ വി വിൽ ലെറ്റ് ഇറ്റ് എക്സ്പയർ. നമ്മൾ എന്ത് ചെയ്യും, ആ റൈറ്റുള്ള ആൾ, അവകാശമുള്ള ആൾ അത് എക്സ്പയർ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും. അതെന്ത് ചെയ്യൂല, എക്സൈസ് ചെയ്യൂല. അപ്പോൾ നമുക്ക് ആ കൊടുത്ത പ്രീമിയം നഷ്ടമാവും. ആ പ്രീമിയം ആയിരിക്കും നമ്മളുടെ മാക്സിമം ലോസ് എന്ന് പറയുന്നത്. ഓക്കെ. അതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി ഓഫ് സെറ്റിംഗ്, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സ്ക്വയറിംഗ് ഓഫ്. നമ്മൾ ഇപ്പം കോൾ ഓപ്ഷനിൽ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്പയറി ആവുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻ നമ്മൾ വിചാരിച്ചതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ടാണ് സംഭവിക്കണതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് നമ്മളിപ്പം ഒരു കോൾ ഓപ്ഷനിൽ നമ്മൾ ലോങ് പൊസിഷനിലാണെങ്കിൽ നമ്മൾ അതേ എക്സ്പയറി ഡേറ്റ്, അതേ സ്ട്രൈക്ക് പ്രൈസൊക്കെ ഉള്ള വേറൊരു കോൾ ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഷോർട്ട് പൊസിഷൻ എടുക്കും. ഓക്കെ. നേരെ ഓപ്പോസിറ്റ് പൊസിഷൻ എടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഏകദേശം നമ്മുടെ ലോസൊക്കെ അവിടെ എന്ത് ചെയ്യും, ലോക്ക് ചെയ്യപ്പെടുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ രണ്ടും ഒരേ ദിവസം എക്സ്പയർ ആവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, നമുക്കത് നമുക്കതിൻ്റെ ഒരു പ്രൈസിലുണ്ടാകുന്ന വേരിയേഷനൊക്കെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ സ്ക്വയറിംഗ് ഓഫ് എന്ന് പറയണത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഷോർട്ട് പൊസിഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോങ് പൊസിഷനിലുള്ള ഒന്നും കൂടെ വാങ്ങും. ലോങ് പൊസിഷനിലാണെങ്കിൽ ഷോർട്ട് പൊസിഷനിലുള്ള ഒന്ന് വാങ്ങും. ഓക്കെ. അത് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ 3 രീതികളാണ് ഓപ്ഷൻസിന് സാധാരണ ഉള്ളത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഓപ്ഷൻ, എക്സോട്ടിക് ഓപ്ഷൻ ആൻഡ് ടൈപ്സ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ബേസിക്കലി നമ്മൾ ഓപ്ഷൻ 2 ഓപ്ഷനാണ് പറഞ്ഞത്, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ എന്നുള്ള 2 ഓപ്ഷൻസാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് അമേരിക്കൻ ഓപ്ഷൻ, യൂറോപ്യൻ ഓപ്ഷൻ, അതൊക്കെ നമ്മൾ ഈ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുകളാണ്. നമുക്കൊന്ന് എക്സ്പയറിക്ക് മാത്രമേ സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തത് എക്സ്പയറിൻ്റെ മുമ്പ് ഏത് സമയത്ത് വേണമെങ്കിലും സെറ്റിൽ ചെയ്യാം.
ബെർമുഡൻ ഓപ്ഷൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞത് ഓർമ്മ ചെയ്യാം. അതിൻ്റെ മുമ്പ് ഒരു നിശ്ചിത സ്പെസിഫൈഡ് പീരീഡുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാറ്റഗറീസാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ എക്സോട്ടിക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അത് എക്സോട്ടിക് എന്ന് പറയാനുള്ള കാരണം ഇതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. നമുക്ക് ഒരു പക്ഷേ പ്രഡിക്റ്റ് ചെയ്യാനും കൂടി പറ്റാത്ത തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ ഉള്ള പല കോമ്പിനേഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ പല ഫീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് ഓരോ ബ്രോക്കേഴ്സും അവർക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കോമ്പിനേഷൻസൊക്കെ ഉണ്ടാക്കിയിട്ട് ഫീച്ചേഴ്സുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കുന്ന എക്സോട്ടിക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കാം. അതിനെയാണ് നമ്മൾ എക്സോട്ടിക് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. മീനിങ് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, എക്സോട്ടിക് ഓപ്ഷൻസ് ആർ ദ പ്രോഡക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് വിച്ച് ഇസ് കൺസേൺഡ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് ന്യൂ സെക്യൂരിറ്റീസ് ആൻഡ് ഡെവലപ്പിംഗ് suitable price techniques. Finance professionals who work on the development of the new types of securities are called financial engineers. നമ്മൾ ഫിനാൻഷ്യൽ എഞ്ചിനീയേഴ്സിൻ്റെ മീനിങ് അല്ല പഠിക്കണം, എന്താണെന്ന് മീനിങ് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് എന്ന് പറയണത് ഇതിൽ 8 ടൈപ്പ് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1 ഏഷ്യൻ ഓപ്ഷൻ, 2 ബാരിയർ ഓപ്ഷൻ, 3 ബാസ്ക്കറ്റ് ഓപ്ഷൻ, 4 ബെർമുഡൻ ഓപ്ഷൻ, 5 ബൈനറി ഓപ്ഷൻ, 6 ചൂസർ ഓപ്ഷൻ, 7 കോമ്പൗണ്ട് ഓപ്ഷൻ, 8 എക്സ്റ്റെൻഡബിൾ ഓപ്ഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് മാത്രമേ നമുക്ക് ഡിസ്കഷൻ ഉള്ളൂ. എല്ലാ രീതിയിൽ പറഞ്ഞിട്ടുള്ള 8 പോയിന്റുകൾ ഞാൻ നിങ്ങൾ വെറുതെ പോയിന്റ് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 പോയിന്റുകൾ എഴുതി വെക്കാം. ഇനി ഓരോന്നും സെപ്പറേറ്റ് മീനിങ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം പഠിച്ചാൽ മതി. ഏഷ്യൻ ഓപ്ഷൻ, ബാരിയർ ഓപ്ഷൻ, ബൈനറി ഓപ്ഷൻ, ലുക്ക് ബാക്ക് ഓപ്ഷൻ ആൻഡ് ഷൗട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് 5 ഓപ്ഷൻസാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാം. ഏഷ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നതിന് നമുക്ക് ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആവറേജ് ഓപ്ഷൻ. ഈ ഓപ്ഷൻ്റെ ഒക്കെ ടൈപ്പ് നമ്മളിപ്പോൾ പറയണത് അതിൻ്റെ പേ ഓഫിൻ്റെ ഒരു സ്വഭാവം നോക്കിയിട്ടാണ്. അപ്പോൾ ഏഷ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത് the payoffs at the expiry will be equal to difference between the strike price and the average price of the underlying asset over the life of the option. നമ്മളൊരു ഓപ്ഷൻ്റെ ലൈഫ് പീരീഡ് ചിലപ്പോൾ ഒരു 3 മാസമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രൈസിലുണ്ടാണ് വേരിയേഷൻ നോക്കിയിട്ട് ചിലപ്പോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ആവറേജ് പ്രൈസ് കിട്ടും. ഓരോ ദിവസത്തെ പ്രൈസും അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ നമ്പർ ഇപ്പോൾ 90 ദിവസമാണെങ്കിൽ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇന്നിപ്പോൾ 60 റുപ്യാണ് സ്റ്റോക്ക് നമ്മൾ അണ്ടർലൈൻ അസറ്റിൻ്റെ വില, നാളെ 61. അപ്പോൾ 60 + 61, മറ്റന്നാൾ 63 ആണെങ്കിൽ + 63, അതിൻ്റെ പിറ്റേന്ന് 60 ആണെങ്കിൽ + 60. അങ്ങനെ 90 ദിവസത്തെ പ്രൈസും കൂട്ടി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ അത് മന്ത്ലി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, വീക്ക്ലി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ക്വാർട്ടർലി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഡെയിലി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. സാധാരണ ഡെയിലിയാണ് പ്രൈസ് മൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാവുക. ഡെയിലി അല്ല, സെക്കൻഡ് ബൈ സെക്കൻഡ് ഒക്കെ പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ക്ലോസിംഗ് പ്രൈസ് ആണല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ സാധാരണഗതിയിൽ കാണിക്കുക. അപ്പോൾ ആ ക്ലോസിംഗ് പ്രൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവറേജ് പ്രൈസ് കാണാൻ പറ്റും. അങ്ങനെ സ്റ്റോക്കിൻ്റെ നമ്മുടെ അണ്ടർലൈൻ അസറ്റിൻ്റെ ആവറേജ് പ്രൈസും നമ്മുടെ സ്ട്രൈക്ക് പ്രൈസും ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടാവാം. ആ വ്യത്യാസമാണ് നമ്മുടെ ഏഷ്യൻ ഓപ്ഷൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അത്ര അതിൻ്റെ അകത്ത് നോക്കാനുള്ളൂ. രണ്ടാമത്തത് ബാരിയർ ഓപ്ഷൻ. ബാരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇനി ഏഷ്യൻ ഓപ്ഷൻ്റെ മീനിങ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏഷ്യൻ ഓപ്ഷൻ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ എൻകൗണ്ടർ ടൈപ്സ് ഓഫ് എക്സോട്ടിക് ഓപ്ഷൻ. They are option contracts whose payoffs are determined by the average price of the underlying security over several predetermined period of time. ഓക്കെ, ഇനി രണ്ടാമത്തത് ബാരിയർ ഓപ്ഷൻ. ബാരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫീച്ചർ ഓഫ് ദ ബാരിയർ എക്സോട്ടിക് ഓപ്ഷൻ ഈസ് ദി കോൺട്രാക്ട്സ് ബിക്കം ആക്ടിവേറ്റഡ് ഓൺലി ഇഫ് ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് റീച്ചസ് എ പ്രീഡിറ്റർമിൻഡ് ലെവൽ. നമ്മളൊരു ബാരിയർ വെക്കുകയാണ്. ആ ബാരിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൈസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് ഒരു നിശ്ചിത ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഓപ്ഷൻ തന്നെ ആക്ടിവേറ്റ് ആവുള്ളൂ. ഓക്കെ, അതൊരു ബാരിയർ ആണെന്ന് അർത്ഥം. അതുവരെ ആ പ്രൈസ് അങ്ങനെ ആ ഒരു ലെവലിൽ റീച്ച് ചെയ്യുന്നത് വരെ ആ ബാരിയർ നമ്മളെന്താവില്ല, ഓപ്ഷൻ ആക്ടിവേറ്റ് അല്ല. അത് ചിലപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഹയറും വെക്കാം, മാർക്കറ്റ് പ്രൈസിനേക്കാൾ ലോവറൊക്കെ വെക്കാം. ചില നമ്മൾ പുട്ട് ഓപ്ഷനിൽ ഇപ്പോൾ നമ്മൾ പ്രൈസ് ലോവർ ആവാനല്ലേ ആഗ്രഹിക്കുക, അണ്ടർലൈങ് അസറ്റ് എന്നാൽ നമുക്ക് കൂടുതൽ പ്രൈസിന് വിൽക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ പ്രൈസ് ലോവർ ആക്കാം. ഇനി കോൾ ഓപ്ഷനിൽ നമ്മൾ പ്രൈസ് ഹയർ ആവാനാണ് ആഗ്രഹിക്കുക. ആര്, ഓപ്ഷൻ ഹോൾഡേഴ്സ് കേട്ടോ, അതർ പാർട്ടി അല്ല, ഓപ്ഷൻ ഹോൾഡർ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബാരിയർ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ. ഇനി അതുപോലെ ബാസ്ക്കറ്റ് ഓപ്ഷൻ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ അത് ഈ ഡിസ്കസ് ചെയ്യണില്ല. ബർമുഡ ഓപ്ഷൻ നമ്മൾ ഒരു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തതുള്ളത് ബൈനറി ഓപ്ഷൻ. ബൈനറി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ബൈനറി ഓപ്ഷൻസ് ആർ ഓൾസോ നോൺ ആസ് എ ഡിജിറ്റൽ ഓപ്ഷൻ. ദ ഓപ്ഷൻ ഗ്യാരണ്ടി ദ പേ ഓഫ്. ഓപ്ഷൻ ഗ്യാരണ്ടി ദ പേ ഓഫ് based on the occurrence of certain event. Okay, if the event has occurred, the payoff is fixed amount. Payoff is a fixed amount or a predetermined asset. Conversely, if the event has not occurred, the payoff is nothing. In other words, binary options provide
ഓൾ ഓർ നത്തിങ് പേ ഓഫ്. മീനിങ് അതിനകത്ത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ പിന്നെ ഒരു ഓപ്ഷൻ അതിന് പേ ഓഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ബെറ്റൊക്കെ ചെയ്യണത് പോലെ പേ ഓഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഹാപ്പൻ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പേ ഓഫ് കിട്ടും. ആ ഇൻസിഡൻറ്റ് ഹാപ്പൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പേ ഓഫ് കിട്ടില്ല. ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള മീനിങ് ഞാൻ പറഞ്ഞുതരാം. ബൈനറി ഓപ്ഷൻ പ്രൊവൈഡ്സ് എ ഫിക്സ്ഡ് പേ ഓഫ്. ഒരു ഫിക്സ്ഡ് പേ ഓഫാണ് നമുക്കതിന് കിട്ടുക. വേരി ചെയ്യണ പേ ഓഫുകളല്ല. ഡിപ്പെൻഡിങ് ഓൺ ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് സം കണ്ടീഷൻ. അതാണ് നമ്മൾ ആ കണ്ടീഷനാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇറ്റ് മേ ബി ദ ഹാപ്പനിങ് ഓഫ് സം ഒക്കറൻസസ് ഓഫ് സം സെർട്ടൻ ഇവൻറ്റ്സ്. ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ സംഭവിക്കുന്നതായിരിക്കാം. ആ ഇവൻറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തിട്ടില്ല, ആ ഫിക്സ്ഡ് ആയിട്ടുള്ള പേ ഓഫ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ ഫിക്സ്ഡ് ആയിട്ടുള്ള പേ ഓഫ് കിട്ടണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്, ഒരു ഇവൻറ്റ് സംഭവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബൈനറി എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ, രണ്ട് പിന്നെ ചാൻസേ അതിലുള്ളൂ, യെസ് അല്ലെങ്കിൽ നോ. അതുകൊണ്ടാണ് ബൈനറി ഓപ്ഷൻ എന്നുള്ള പേര്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തത്, അതിൻ്റെ അകത്ത് കോമ്പൗണ്ട് ഓപ്ഷനും എക്സ്റ്റെൻഡബിൾ ഓപ്ഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചൂസർ ഓപ്ഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലില്ല, അതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്യാത്തത്. കാരണം ഇത് PG-കാർക്കൊക്കെ എടുക്കുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് മൊത്തത്തിലുള്ളൊരു PPT. ഓക്കെ, ചൂസർ ഓപ്ഷൻ എന്നുള്ളത് ഒന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് കാണിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കും, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ കോമ്പൗണ്ട് ചൂസർ ഓപ്ഷൻ കാണിച്ചു. കോമ്പൗണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്, കോമ്പൗണ്ട് ഓപ്ഷൻ്റെ മീനിങ് ഇതാണ്. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്തോ, മീനിങ് വേണമെങ്കിൽ എഴുതി വെച്ചോ. ഞാൻ പക്ഷേ ഡിസ്കസ് ചെയ്യണില്ല, ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്, സിലബസിൽ അത് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള മറ്റൊന്നാണ് ലുക്ക് ബാക്ക് ഓപ്ഷൻ ആൻഡ് ഷൗട്ട് ഓപ്ഷൻ. ലുക്ക് ബാക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് ദ പേ ഓഫ് എ ലുക്ക് ബാക്ക് ഓപ്ഷൻ. ഇതിൽ നമ്മൾ പേ ഓഫിൻ്റെ ബേസിലാണ് പറയുക. ഡിപ്പെൻഡ്സ് ഓൺ ദ മാക്സിമം ഓർ മിനിമം പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ ഓപ്ഷൻ. ഒരു ഓപ്ഷൻ്റെ മാക്സിമം പ്രൈസോ മിനിമം പ്രൈസോൻ്റെ ബേസിലായിരിക്കും ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേ ഓഫ് എ ലുക്ക് ബാക്ക് കോൾ ഓപ്ഷൻ. ഒരു ലുക്ക് ബാക്ക് കോൾ ഓപ്ഷൻ ആണെങ്കിൽ അതിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത് മേ ബി ഈക്വൽ ടു ദ മാക്സിമം സ്റ്റോക്ക് പ്രൈസ് ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ ഓപ്ഷൻ മൈനസ് ദി എക്സൈസ് പ്രൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞല്ലോ വേരി ചെയ്യും, അതിനനുസരിച്ച് നമ്മൾ ഓപ്ഷൻ്റെ വാല്യൂ മാറും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വാരി ചെയ്യണതിൽ ആ ഡ്യൂറിങ് നമ്മുടെ ഓപ്ഷൻ്റെ ലൈഫ് ടൈം, അതൊരു 3 മാസമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ 1 മാസമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ലൈഫ് ടൈമിൽ നമ്മുടെ അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് മാക്സിമം എത്രയാണോ പോയത് അതാണ് നമ്മൾ പ്രൈസായിട്ട് കണക്കാക്കുക. അപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് ലാഭമാണ്, കോൾ ഓപ്ഷൻ ഹോൾഡർക്ക് ലാഭമാണ്. അവർ പ്രൈസ് കൂടാനല്ലേ അവർ ആഗ്രഹിക്കുക മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ പ്രകാരമുള്ളത് വാങ്ങാം. അപ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ് എന്ന് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ് നമ്മുടെ മാക്സിമം പ്രൈസോ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ അസറ്റ് മൈനസ് ദ സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ അവർക്ക് ഓരോ ഓപ്ഷനിലും മാക്സിമം പ്രൈസ് കിട്ടും. അതാണ് ലുക്ക് ബാക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പ്രീമിയം സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. കാരണം ഇത് ഹോൾഡർക്ക് കൂടുതൽ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ളതാണ്. അവർ കൂടുതൽ വൊളാറ്റിലിറ്റി പ്രതീക്ഷിക്കുമ്പോഴാണ് അവർ ഈ ഓപ്ഷൻ വാങ്ങുക. അവർ പ്രതീക്ഷിച്ച പോലെ വൊളാറ്റിലിറ്റി ഇല്ലെങ്കിൽ, എന്ന് വെച്ചാൽ പ്രൈസ് ഭയങ്കരമായിട്ട് ഹയർ ആയിട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ ആർക്ക് ലാഭം കിട്ടും? ഓപ്ഷൻ സെല്ലർക്ക് അത് വലിയ പ്രീമിയം കിട്ടുക. ഓക്കെ, ഇനി ഇത് തന്നെ പുട്ട് ഓപ്ഷന് പറയുകയാണെങ്കിൽ പ്രൈസ് അതിന് നേരെ ഓപ്പോസിറ്റും വരും. അതാണ് മാക്സിമം ഒരു മിനിമം പ്രൈസ് എന്ന് പറയാനുള്ള കാരണം ലുക്ക് ബാക്ക് ഓപ്ഷൻ്റെ മീനിങ്ങിൽ. ഓക്കെ, ഇനി അടുത്തത് ഷൗട്ട് ഓപ്ഷൻ. ഷൗട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. ഷൗട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് എൻ എക്സോട്ടിക് ഓപ്ഷൻ. ടെക്സ്റ്റ് ബുക്കിൽ 139 പേജ് നിങ്ങൾ നോക്കിയാൽ മതി. ദിസ് ഈസ് എൻ എക്സോട്ടിക് ഓപ്ഷൻ ഓഫ് യൂറോപ്യൻ ഓപ്ഷൻ നേച്ചർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, എക്സ്പയറി ഡേറ്റിൽ മാത്രമേ അത് സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അണ്ടർ വിച്ച് ദ ഹോൾഡർ ക്യാൻ ഷൗട്ട് ടു ദ റൈറ്റർ. ഷൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ ഈ ഓപ്ഷൻ ഹോൾഡർക്ക് ഒരു റൈറ്റും കൂടെ ഉണ്ടാവും. നമുക്ക് ഈ ഓപ്ഷൻ്റെ പീരിയഡിൽ ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ ഓപ്ഷൻ ഹോൾഡർ ക്യാൻ ലോക്ക് ഇൻ. ഇപ്പോൾ നമ്മളൊരു പ്രൈസിലുണ്ട് റീച്ച് ചെയ്തപ്പോൾ നമ്മൾ പറയാണ് അവിടെ നിൽക്കട്ടെ, ഇനി അതാണ് നമ്മുടെ ഓപ്ഷൻ്റെ പ്രൈസായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. പിന്നെ അതിനുശേഷം പ്രൈസ് എത്ര കൂടിയാലും പ്രൈസ് എത്ര കുറഞ്ഞാലും, പ്രൈസ് കൂടിയാൽ നമുക്ക് ലാഭം ഉണ്ടാവും, പക്ഷേ പ്രൈസ് കുറഞ്ഞാൽ നമുക്ക് നഷ്ടത്തിലേക്ക് പോകാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലോക്ക് ഇവിടെ ഷൗട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം നമ്മൾ അവരെ ഇൻഫോം പറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്രൈസ് നമുക്ക് ഒരു നിശ്ചിത പീരീഡ് എത്തുമ്പോൾ നമുക്ക് വിചാരിക്കുന്ന പ്രൈസിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് ഷൗട്ട് ഓപ്ഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
ഇനി നോക്കുക, ഇപ്പോൾ നമ്മൾ എക്സോട്ടിക് ഓപ്ഷൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പുകൾ പറഞ്ഞു. ഇനി നമുക്ക് ഓപ്ഷൻ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ ഓൺ NSE ആൻഡ് BSE ആണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഓപ്ഷൻ ട്രേഡിംഗ് ഓൺ ഇൻഡിവിജ്വൽ പറയാനുണ്ട്. ഇത് നമ്മൾ ഓപ്ഷൻ മാർക്കറ്റ് ഇൻ ഇന്ത്യ ഓൺ NSE ആൻഡ് BSE നമ്മൾ നേരത്തെ ഡെറിവേറ്റീവ് മാർക്കറ്റ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ ഓപ്ഷൻസ് ഓൺ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി അത് നമ്മൾ ഇക്വിറ്റി ഡെറിവേറ്റീവുകൾ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറഞ്ഞതാണ്. അതിൽ ഓപ്ഷൻ എന്നുള്ളത് ആയിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാകും, ജനറലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഈ ഭാഗം കൂടി ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഈ ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആയിട്ട് വായിച്ചു വെക്കുക. എന്തൊക്കെയാണ് ഓപ്ഷൻ്റെ ഡിഫറൻറ്റ് ടൈപ്സ് എന്നുള്ളതും ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷൻ എന്താണെന്നുള്ളതും ഇതൊരു അസൈൻമെൻ്റ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എത്രയേ ഉള്ളൂ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗങ്ങൾ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് സെറ്റിൽമെൻറ്റ് ഓഫ് ഓപ്ഷൻ ഇൻ എക്സോട്ടിക് ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെ 3 കാര്യങ്ങളും എക്സോട്ടിക് ഓപ്ഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദാറ്റ്സ് ആൾ. താങ്ക് യു. ഇതോടുകൂടി നമ്മുടെ ഈ മൊഡ്യൂൾ അവസാനിച്ചു. നാളെ മുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്വാപ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മൊഡ്യൂൾ അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്ത വർക്ക് നിങ്ങളുടെ ഈ മൊഡ്യൂളിൻ്റെ അസൈൻമെൻറ്റ് അതിൻ്റെ നെക്സ്റ്റ് മൺഡേ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കംപ്ലീറ്റ് ആൾക്കാർ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും, ഏതൊക്കെ ചോദ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞില്ല, 1 വേർഡിലും അതുപോലെ എസ്സേലും പിന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിലൊക്കെ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ട് എന്ത് ചെയ്യണം, എനിക്ക് സെൻഡ് ചെയ്യണം. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ എഴുതിയ ആൾക്കാർക്ക് ഞാൻ മുഴുവൻ മാർക്ക് തരും, വെയിറ്റേജ് മാർക്കൊക്കെ ഉണ്ടാവും. കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്കാർക്ക് മാർക്ക് കുറയും. അതുകൊണ്ട് എല്ലാവരും പരമാവധി ക്വസ്റ്റ്യൻസൊക്കെ എഴുതിയിട്ട് അടുത്ത മൺഡേ എനിക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഗ്രൂപ്പിലിട്ടാൽ മതി. എനിക്ക് പേഴ്സണലി അയക്കണ്ട, ഗ്രൂപ്പിലിടുക. അതിൻ്റെ കൂടെ നിങ്ങളെ നമ്പറും ഇടുക. ഓരോ പേജ് ഇങ്ങനെ ഫോട്ടോ എടുത്തിടരുത്, ഒക്കെ കൂടി ഒന്നിച്ചാക്കിയിടണം. ഒറ്റ ഫോട്ടോ ആക്കിയിട്ടിടുന്നതാണ് നല്ലത്. പരമാവധി നിങ്ങളത് സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒറ്റ സിംഗിൾ ഫയൽ ആക്കിയിട്ട് അയക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ കൂടെ നിങ്ങളെ പേരും നമ്പറും കൂടി എഴുതുക. എന്നാലും എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.